പത്തനംതിട്ട മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബീഹാർ സ്വദേശി നരേഷിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ നരേഷിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനായിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നരേഷിന്റെ മൃതദേഹം എന്തായാലും നിലവിൽ കോമളംകടവിന്റെ പരിസരത്ത് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കോമളംകടവ് എന്ന് പറയുന്ന മേഖല അത്യാവശ്യം ഒഴുക്കുള്ള മേഖലയാണ്. അവിടെയാണ് തിങ്കളാഴ്ച നരേഷും 2 സുഹൃത്തുക്കളും ചേർന്ന് കുളിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 2 ദിവസമായി തിരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു. കോയിപ്പുറം പോലീസിന്റെയും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ സ്പെഷ്യൽ സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിലാണ് ആ തിരച്ചിൽ നടത്തി വന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ബീഹാർ സ്വദേശിയാണ് 25 വയസ്സുകാരനായ നരേഷ്. ഏതാണ്ട് 1 കൊല്ലമായി ഇവിടുത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഹെൽപ്പറായി ജോലി നോക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ എന്തായാലും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബീഹാറിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രവിധ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.